ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളതും വീണ്ടെടുക്കപ്പെടുക എന്നുള്ളതും. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ രക്ഷിക്കപ്പെടുത്തിയതും അല്ലെങ്കിൽ വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കാണുന്ന ആകാശവും ഭൂമിയും എല്ലാം മാറി പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമ്പോൾ പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പുതിയ ഭൂമിയിൽ വരികയും സൃഷ്ടാവായ ദൈവം പുതിയ യെരൂശലേമിൽ വസിക്കുകയും പുതിയ ഭൂമിയിൽ നമ്മൾ ദൈവത്തിൻ്റെ ജനമായിട്ട് വസിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം വീണ്ടെടുത്തത്. അതാണ് വചനം പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ പേരും പ്രശസ്തിയും പണവും സുഖ സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ലോക രാജ്യങ്ങൾ കീഴടക്കാനായിട്ടും നല്ല ജോലി കിട്ടാനായിട്ടും ഒന്നുമല്ല നമ്മളെ ദൈവം രക്ഷിക്കപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം. ഈ ലോകത്തിൻ്റെ ദൈവമാരാ? പിശാചാണ്. ഈ പിശാച് യേശു കർത്താവ് ജഡത്തിലായിരുന്നപ്പോൾ പരീക്ഷിച്ച തന്ത്രം ഇതായിരുന്നു. ലോകരാജ്യങ്ങളും അതിൻ്റെ മഹിമയെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. എന്നാൽ യേശു കർത്താവ് പറയുന്നു, യഹോവയെ മാത്രമേ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ക്ലിയറാണ്. ഇതേപോലുള്ള ലോകത്തിൻ്റെ മോഹങ്ങളും അതിൻ്റെ വർണ്ണങ്ങളും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ പ്രതാപവും ഇതെല്ലാം കാണിച്ച് പിശാച് നമ്മളുടെ മനസ്സങ്ങ് ഇളക്കാറുണ്ട്. ഓക്കെ, ഈ മനസ്സിളക്കലിൽ വീണു പോകരുതെന്നാണ് ഇന്നത്തെ മെസ്സേജ്. നമ്മുടെ ലക്ഷ്യം ഇത് മാത്രമായിരിക്കണം. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമ്പോൾ ദൈവത്തോടു കൂടി വസിപ്പാനായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങേണ്ടത്.